ഗായ്സ്, വെൽക്കം ബാക്ക് ടു മിസ്ന ആൻഡ് ഷെഫിക് വ്ലോഗ്സ്. അപ്പോൾ ഇന്നൊരു ഭയങ്കര ഹാപ്പി ന്യൂസ് ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. ഇവിടെ ലണ്ടനിൽ എത്തിയിട്ട് ഞാൻ നിൽക്കുന്നത് നമ്മുടെ ഇർഷാൻ്റെയും ഷഹനാടെയും കൂടിയാണെന്ന് അറിയാലോ. അപ്പോൾ ആ വീട്ടിൽ എനിക്കൊരു കൊച്ചനീത്തി കുട്ടിയെ കൂടി കിട്ടിയിട്ടുണ്ട്. അവളൊന്ന് പരിചയപ്പെടുത്താം. കമോൺ കമോൺ. ഇതാണ് നയന. അപ്പോൾ ആളിവിടെ പഠിക്കുകയാണ്, പഠിക്കുന്നതിൻ്റെ ഒപ്പം ജോബും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളുടെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ട് തൻ്റെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ച് എല്ലാവരെയൊക്കെ വിളിച്ച് സ്വയം തന്നെ ഫണ്ടൊക്കെ റേസ് ചെയ്ത് ചെയ്യാന്നുള്ളത്, സ്വയം ഓർഗനൈസ് ചെയ്ത് ഒരു സ്വയം പര്യാപ്തയായി ഇന്ന് കാണിക്കാനുള്ള എന്റെ 21st ആയതുകൊണ്ട് ലൈക്ക് കുറച്ച് സെലിബ്രേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. സോ അപ്പോൾ ആളുടെ 21st ബർത്ത്ഡേ ആണ് നാളെ. അപ്പോൾ അതിനുള്ള കുറച്ച് പ്രിപ്പറേഷൻ ആണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് രാവിലെ തന്നെ ഇറങ്ങിയതാണ്. അപ്പോൾ നാളെയാണ് സംഭവം. അപ്പോൾ എല്ലാ വിശേഷങ്ങളും, നയനയെ കുറിച്ചുള്ള വിശേഷങ്ങളും ബാക്കി നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ എല്ലാം ഞങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. സോ ഷോപ്പിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് തന്നെ ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ വാങ്ങാൻ വേണ്ടി നേരെ സ്ട്രാറ്റ്ഫോർഡ് സെൻറ്ററിൽ പോയത്. അവിടുത്തെ ഒരു കാർഡ് ഫാക്ടറി എന്ന് പറഞ്ഞ ഷോപ്പാണ്. കുറേ കാർഡ് കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അത്യാവശ്യം ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നേരെ തന്നെ ഞങ്ങൾ ഫസ്റ്റ് അവിടെ പോയി. അപ്പോൾ അവിടെ നയന ഓരോ ഐറ്റംസൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെ കാണുന്ന എല്ലാം അവൾക്ക് വാങ്ങണം. അപ്പോൾ എന്തായാലും ഷോപ്പിംഗ് തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഷോപ്പിങ്ങിൻ്റെ ഇടയിലാണ് നയനയ്ക്കുള്ള ഫസ്റ്റ് ഗിഫ്റ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കോള് വരുന്നത്. അങ്ങനെ നേരെ തന്നെ നമ്മൾ വീട്ടിലേക്ക് വന്നു. ഗിഫ്റ്റ് ഒക്കെ പതുക്കെ വരുന്നേ ഉള്ളൂ. അതിൽ ഫസ്റ്റ് ഗിഫ്റ്റാണ് എനിക്കിന്ന് കിട്ടിയേക്കുന്നത്. ഈ ബർത്ത്ഡേയുടെ പ്രത്യേകത എന്താ? എൻ്റെ 21st ആണ്. ലൈക്ക് ഇവിടെ നല്ല സ്പെഷ്യൽ ബർത്ത്ഡേ ആണ്. ആരാ ഓർഗനൈസ് ചെയ്യുന്നത്? ഞാൻ തന്നെ ഓർഗനൈസ് ചെയ്യുന്ന എൻ്റെ ബർത്ത്ഡേ ആണ്. കാര്യം ഫുൾ റെസ്പോൺസിബിലിറ്റി എനിക്ക് തന്നെയാണ്. ഫുഡും ലൈക്ക് ബാക്കി ഡെക്കറേഷൻ്റെ കാര്യങ്ങളും എൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. കുട്ടി സ്വയം പര്യാപ്തയായെന്ന് കാണിക്കാനുള്ള ബർത്ത്ഡേ ആണ്. എക്സാക്ട്ലി. ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വേണ്ടപ്പെട്ട ഒരാളാണ് എനിക്ക് ഗിഫ്റ്റ് തന്നേക്കുന്നത്. എനിക്ക് ഫസ്റ്റ് തന്നെ കിട്ടി. താങ്ക് യു സോ മച്ച്. എനിക്ക് കറക്റ്റ് ഫിറ്റ് ആണ്. എന്താ പറയണ്ടെന്ന് അറിയില്ല. അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി മെയിനായിട്ട് കുക്കിംഗ് പരിപാടികളാണ്. അപ്പോൾ ഈ കപ്പ വെട്ടിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ പ്രിയപ്പെട്ട ബോസ് എന്ന് വിളിക്കുന്ന മുഹസിൻ ബായ്. പിന്നെ കുക്കിംഗ് സെക്ഷൻ മൊത്തം മേൽനോട്ടം വഹിക്കുന്നത് നമ്മുടെ ഇർഷാനാണ് കേട്ടോ. ആളവിടെ തകൃതിയായിട്ട് കുക്കിംഗ് ഒക്കെ നടത്തുന്നുണ്ട്. ഇന്ന് ഈവനിങ് ആണ് കേട്ടോ സെലിബ്രേഷനൊക്കെ. ബർത്ത്ഡേകളും നക്കി പൊളിക്കുന്നു. കണ്ട എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കിയത് മൊത്തം അവള് തൂത്ത് നക്കി വടിച്ചു. ബാക്കി ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു വശത്ത് ഡെക്കറേഷൻ പരിപാടികളും അടിപൊളിയാക്കുന്നുണ്ട്. ഇത് മരിയ, ഇത് നമ്മുടെ നയനയുടെ ഫ്രണ്ട്, ഇത് നമ്മുടെയൊക്കെ ഫ്രണ്ട്സ്. സോ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഡെക്കറേഷൻ തകർക്കാണ്. ഗസ്റ്റുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഫുഡെല്ലാം റെഡിയായി. നിന്റെ കവളെന്താ ചുവന്ന് കിടക്കുന്നത്? വല്ലതും തേച്ചോ? ഏയ്, ഞാനൊന്നും തേച്ചില്ല. ജന്മനാ എന്റെ മുഖം അങ്ങനെയാ. അസൂയ. തുജ് പേ ഹി തോ മേരാ ഹക്ക് ഹൈ. ഞങ്ങളെല്ലാവരും ആണ് കേട്ടോ ഈ വീട്ടിൽ താമസിക്കുന്ന സ്റ്റുഡൻസ്. നയന അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി പാർട്ടി ടൈമാണ്. എല്ലാവരും ഫൈനൽ പ്രിപ്പറേഷനിലാണ്. ഫുഡെല്ലാം സെറ്റായി. പുറത്തെ ഡെക്കറേഷൻ പരിപാടികളും അടിപൊളിയായിട്ടുണ്ട്. സോ ഇനി നെക്സ്റ്റ് പാർട്ടി ടൈം.
ഹലോ ഗായ്സ്, കോംബോയൊക്കെ ചെയ്യാൻ അത് വരട്ടെ. കാക്ക വന്നു കഴിഞ്ഞാല് ഇതല്ലേ വീഡിയോ. അപ്പോൾ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു, ഇനി ഫുഡിംഗ് ആണ്. സോ ഗൈസ്, നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ വീഡിയോ ഒക്കെ കണ്ടല്ലോ. കുറേയൊക്കെ ഞാൻ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ആ സമയത്ത് നോയ്സും സെലിബ്രേഷൻ്റെ ആ ഒരു മൂഡും കാരണം അപ്പോൾ തന്നെ ലൈവ് വോയിസ് ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ മാക്സിമം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഹാങ് ഓവറൊക്കെ കഴിഞ്ഞ് നേരം വെളുത്തു. അപ്പോൾ ആൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നുള്ളൂ. അപ്പോൾ നയനക്കുട്ടിയുടെ ബർത്ത്ഡേ നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. സോ ഇനിയും ഒരുപാട് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും ഈ ചാനലിലൂടെ വരും. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.